Welcome to Cubit Academy. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന 12-10-2024 മുതൽ 18-10-2024 വരെയുള്ള ഈ ഒരാഴ്ചത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ 25 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം CGLൻ്റെ ഫസ്റ്റ് ഇയർ എക്സാം കഴിഞ്ഞു, സെക്കൻഡ് ഇയറിലേക്ക് പോവുകയാണ്. സോ സെക്കൻഡ് ഇയറിലെ GK നമുക്കറിയാം ഒരു കമ്പൽസറി ആണ്. സോ നമ്മൾ എന്ത് പ്രതീക്ഷിച്ചിരിക്കണം? സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കണം. സോ നമ്മൾ വരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, ഇവിടെ കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യണം, അനാലിസിസ് ചെയ്യണം. ഓക്കെ, എന്താണ് ഫസ്റ്റ് കറണ്ട് അഫയേഴ്സ് ഏതുമായി ബന്ധപ്പെട്ടാണ്? ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി ബന്ധപ്പെട്ടാണ് ഇത് ആദ്യത്തെ കറണ്ട് അഫെയർ. അതിൽ നമുക്ക് പ്രധാനമായിട്ടും നോക്കാനുള്ള മൈക്രോ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, MFIs ആണ്. ഓക്കെ, ഇവർ എന്താണ് ഫൈനാൻഷ്യൽ സർവീസ് അല്ലെങ്കിൽ സ്മോൾ വാല്യൂ ലോൺസ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് ഇവരുടെ ടാർഗറ്റ് എന്ന് വിളിക്കുന്നത് എന്താണ്? ലോ ഇൻകം ഹൗസ് ഹോൾഡ്സ്, സ്മോൾ ബിസിനസ്മെൻ, എൻ്റർപ്രണേഴ്സ് ഇൻ റൂറൽ ആൻഡ് അർബൺ ഏരിയാസ് ഒക്കെയാണ് ഇവരുടെ ടാർഗറ്റ്. അവരുടെ മാക്സിമം ആനുവൽ ഇൻകം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 3 ലക്ഷം വരെ ഉള്ളവർക്കാണ് എന്ത് ചെയ്യുക ലോൺ കൊടുക്കുക. ഇനി ഇന്ത്യയിലെ മൈക്രോ ഫൈനാൻസിൻ്റെ ഇവല്യൂഷൻ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇനിഷ്യൽ പീരീഡ് എന്ന് വിളിക്കുന്നത് എത്രയാണ്? 1974 മുതൽ 84 വരെയാണ്. ഓക്കെ, അതിലെന്ത് ചെയ്തു? ശ്രീ മഹിളാ സേവ സാഹരിക് ബാങ്ക് വുമണിന് വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്തു. അതുപോലെ തന്നെ എന്താണ് നബാർഡ് SSG സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ലിങ്കേജുകൾ എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒരു ചേഞ്ചിങ് പീരീഡ് എന്ന് വിളിക്കുന്നത് 2002 മുതൽ 2006 വരെയാണ് ഇത് ചേഞ്ചിങ് പീരീഡ് എന്ന് വിളിക്കുന്നത്. ഇതിലെന്ത് ചെയ്തു? അൺസെക്യൂർഡ് ലെൻഡിങ് നോംസ് ഫോർ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ എന്ത് ചെയ്തു, അലൈൻ ചെയ്തു. സെക്യൂർഡ് ലോൺസ്, അതുപോലെ തന്നെ എന്താണ് RBI എന്ത് ചെയ്തു, മൈക്രോ ഫൈനാൻസിൽ ഏതിൽ ആഡ് ചെയ്തു? പ്രയോറിറ്റി സെക്ടറിൽ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. ആൻഡ് ഗ്രോത്ത് ആൻഡ് ക്രൈസിസ് നോക്കുകയാണെങ്കിൽ 2007 to 2010 നോക്കുകയാണെങ്കിൽ എന്താണ് പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റുകൾ റാപ്പിഡ് ഗ്രോത്ത് വന്നു. അതുപോലെ തന്നെ മൈക്രോ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്തു, ഫോം ചെയ്തു. ആൻഡ് കൺസോൾട്ടേഷൻ ആൻഡ് മെച്യൂരിറ്റിയാണ് 2012 മുതൽ 2015 വരെ. ഇതിൽ മൽഗം കമ്മിറ്റി 2012 എന്ത് ചെയ്തു, റെക്കമെൻഡ് ചെയ്തു കുറച്ച് ചേഞ്ചസ്. അതുപോലെ തന്നെ നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനീസ് എന്ത് ചെയ്തു, ന്യൂ കാറ്റഗറി ആയിട്ട് എന്ത് ചെയ്തു, കൊണ്ടുവന്നു. അതുപോലെ തന്നെ യൂണിവേഴ്സൽ ബാങ്കിങ് ടു ബന്ധാൻ ബാങ്ക് ലാർജസ്റ്റ് മൈക്രോ ലെൻഡറിന് കൊടുക്കുന്നുണ്ട് RBI. അതുപോലെ തന്നെ മുദ്ര ബാങ്കുകൾ എന്ത് ചെയ്യുന്നുണ്ട് 2015 ലോഞ്ച് ചെയ്തു. ആൻഡ് ബിസിനസ് മോഡൽ നോക്കുകയാണെങ്കിൽ അതിൽ ആദ്യം വരുന്നതാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ഇതിൽ ഇൻഫോർമൽ ഗ്രൂപ്പ്സ് ആണ്. 10 മുതൽ 20 മെമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്നതാണ് ഇത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ഇവർ ബാങ്കുമായി ലിങ്ക് ചെയ്തെത്തി എന്ത് ചെയ്തു, SSG ബാങ്ക് ലിങ്കേജ് പ്രോഗ്രാമുകൾ കൊണ്ടുവന്നു. ഇനി മൈക്രോ ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കുകയാണെങ്കിൽ എന്താണ് ഓഫർ മൈക്രോ ക്രെഡിറ്റ് ഫൈനാൻഷ്യൽ സർവീസസ്. അതുപോലെ തന്നെ എന്താണ് ലോൺസ് ത്രൂ ജോയിൻറ്റ് സെൻഡിങ് ഗ്രൂപ്പ് 4 to 10 മെമ്പേഴ്സ് ആണ്. ഇനി ഇതിൻ്റെ ടൈപ്സ് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും എന്താണ് NGO MFI അണ്ടർ ദ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ടിൻ്റെ അണ്ടറിലാണ് വരുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വന്നു, സെക്ഷൻ ഓഫ് 8 കമ്പനീസ് വന്നു, NBFC MIസും വന്നു. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഡിജിറ്റലൈസേഷൻ ആൻഡ് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ, അതുപോലെ തന്നെ സെൽഫ് സഫിഷ്യൻസി, എൻ്റർപ്രണർഷിപ്പ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലൈവ്ലിഹുഡ്, സ്റ്റഡി ഇൻകം ആൻഡ് വുമൺ എൻ്റർപ്രണർഷിപ്പ് ഒക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്ന അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഇത് 51st മീറ്റിംഗ് ഓഫ് RBI മോണിറ്ററി പോളിസി കമ്മിറ്റി. ഇതാണ് ന്യൂസിൽ വന്നിരിക്കുന്നത്. എന്താണ് റീസെൻ്റ്ലി the 51st Monetary Policy Committee MPC meeting on the Reserve Bank of India was chaired by RBI Governor. ഓക്കെ, ഇതാണ് ഇത് ന്യൂസിൽ വരാനുള്ളൊരു കാരണം എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ഇതിലെടുത്ത കീ ഡിസിഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് എന്താണ് അൺചേഞ്ച്ഡ് റിപ്പോ റേറ്റ് ആണ്. ഓക്കെ, അതായത് മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ത് തീരുമാനിച്ചു? റിപ്പോ റേറ്റിൽ എന്താണ് നിലവിൽ യാതൊരു തരത്തിലുള്ള ചേഞ്ചുകളും ഇല്ല എന്നുള്ളൊരു തീരുമാനമെടുത്തു. അതുപോലെ തന്നെ ചേഞ്ച് ഇൻ മോണിറ്ററി പോളിസി സ്റ്റാൻസ് എന്താണ് Monetary Policy Committee changed the policy stance to neutral from withdrawal of accommodation ആക്കിയിട്ടുണ്ട്. ആൻഡ് ഇൻഫ്ലേഷൻ ടാർഗറ്റ് എന്താണ് എടുത്തത്? The RBI has retained consumer price index inflation forecast financial year 2025 at 4.5%. അതായതാണ് 2025 സാമ്പത്തിക വർഷം ആകുമ്പോഴേക്കും കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പ്രകാരമുള്ള ഇൻഫ്ലേഷൻ എത്രയാക്കണം? 4.5% ആക്കണം എന്നതാണ്. റിയൽ GDP ഗ്രോത്ത് പ്രൊജക്ഷൻസിലേക്ക് എന്തൊക്കെയാണ് പറഞ്ഞത്? The RBI kept its real GDP growth projection on financial year 25 at the 7.2%. India's growth story remains strong, driven by
പ്രൈവറ്റ് കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡാണ്. അതുപോലെ തന്നെ എന്താണ് ഹൈക്ക് ഇൻ UPI 123 പേ ട്രാൻസാക്ഷൻ ലിമിറ്റാണ്. ദ RBI ഹാസ് ഹൈക്ക് ദ UPI 123 പേ ട്രാൻസാക്ഷൻ ടു 10,000 ആക്കിയിട്ടുണ്ട്. ഇവിടുന്ന് മുമ്പ് 5,000 ആയിരുന്നു, അതിനെ എത്ര ആക്കിയിട്ടുണ്ട്? 10,000 ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി പിന്നെ വരുന്ന ഏതാണ്? റിസർവ് ബാങ്ക് ക്ലൈമറ്റ് റിസ്ക് ഇൻഫോർമേഷൻ സിസ്റ്റമാണ്. എന്താണ്? RB ക്രൈസിസ് ആണ്. എന്താണ്? RB ഹാസ് പ്രപ്പോസ്ഡ് ടു ക്രിയേറ്റ് എ ഡാറ്റ റെസ്പോസിറ്ററി namely RB crisis to bridge the gap in climate related data that is currently available in fragmented manner എന്നാണ്. ആൻഡ് ഡയറക്ഷൻ ഓഫ് NBFCs എന്താണ് പറയുന്നത്? RBI issued a strong advisory to non-banking financial companies, NBFC, microfinance institutions and housing finance companies, HFCs, to follow a complaints first culture and take a സിൻസിയർ അപ്രോച്ച് ടു കസ്റ്റമർ ഗ്രിവൻസസ് എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ഓക്കെ, അത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെയാണ് എന്താണ് എടുത്തിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, എന്താണ് നെക്സ്റ്റ് ന്യൂസ്? എന്താണ്? നോബൽ പ്രൈസ് 2024 ഇൻ ഫിസിയോളജി ഓർ മെഡിസിൻ ആണ്. എന്താണ്? റീസെൻ്റ്ലി ദ 2024 നോബൽ പ്രൈസ് ഇൻ സൈക്കോളജി ഓർ മെഡിസിൻ അവാർഡഡ് ടു വിക്ടർ ആംബ്രോസ് ആൻഡ് ഗ്രേ Rookwen by the Nobel Assembly at Karolinska Institute in the Stockholm, Sweden. ഓക്കെ, ഇതാണ് ഇത് എന്തിൽ വരാനുള്ള കാരണം? ന്യൂസിൽ എന്താണ് വരാനുള്ള റീസൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഡിസ്കവറി എന്ന് പറയുന്നത്? മൈക്രോ RNA ലീഡ് ടു ദ നോബൽ പ്രൈസ് ആണ്. എന്താണ്? സി എലമെൻറ്റ്സ് മോഡൽ എന്താണ്? ആംബ്രോസ് ആൻഡ് റുസ്വാൻ സ്റ്റഡീഡ് ദ റോൺ വോം സി എലമെൻറ്റ്സ് ടു അണ്ടർസ്റ്റാൻഡ് ടിഷ്യൂ ഡെവലപ്മെൻ്റ് ആണ്. ആൻഡ് മ്യൂറ്റൻ സ്ട്രെയിൻസ് എന്താണ് പറയുന്നത്? അനലൈസ് ദ മ്യൂറ്റൻ സ്ട്രെയിൻസ് ഇൻ ലൈൻ 4 ആൻഡ് ലൈൻ 14 വിത്ത് ദ അബ്നോർമാലിറ്റീസ് ദയർ ജെനറ്റിക്സ് പ്രോഗ്രാമിംഗ് ആണ്. ആൻഡ് ആംബ്രോസ് റിസർച്ച് എന്താണ് പറയുന്നത്? ആംബ്രോസ് ഫൗണ്ട് ഇൻ ദാറ്റ് ലൈൻ 4 സപ്രസ്ഡ് ഇൻ ലൈൻ 14 ആക്ടിവിറ്റി ബട്ട് കുഡിൻറ്റ് ഡിറ്റർമൈൻ ഹൗ ആണ്. ആൻഡ് ദ ക്ലോൾഡ് ലൈൻ 4 ആൻഡ് ഡിസ്കവേർഡ് ബൈ ഷോർട്ട് RNA molecule without protein coding potential. It suggested the RNA molecule might inhibit lin 14 എന്നുള്ളതാണ്. ഓക്കെ, ഇനി റിക്കിൻ്റെ റിസർച്ച് എന്താണ്? ഹി ഫൗണ്ട് ദാറ്റ് ലൈൻ 4 ഡിഡിൻറ്റ് ബ്ലോക്ക് ലൈൻ 14 mRNA എന്നുള്ളതാണ്, ബട്ട് എന്ത് ചെയ്യുന്നുണ്ട്? റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആംബ്രോസ് ആൻഡ് റുക്കിൻ ഫൗണ്ട് ദാറ്റ് ലൈൻ 14 മൈക്രോ RNA അറ്റാച്ചസ് ടു lin 14 mRNA ആൻഡ് ബ്ലോക്സ് പ്രോട്ടീൻ പ്രൊഡക്ഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്ത് ഇതിൽ കണ്ടുപിടിച്ചിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. നെക്സ്റ്റ് വണ്ണാണ് ഇത് കോൺട്രിബ്യൂഷൻസ് ആൻഡ് ലെഗസി ഓഫ് രത്തൻ ടാറ്റ. എന്താണ് ന്യൂസിൽ വരാൻ കാരണം? റീസെൻ്റ്ലി ദ രത്തൻ നേവൽ ടാറ്റ, ദ ഫോർമർ ചെയർമാൻ ഓഫ് ടാറ്റ ഗ്രൂപ്പ്, ഹു ബിക്കേം എ സിംബൽ ഓഫ് ഇന്ത്യാസ് എക്കോണമിക് റിസർജൻസ് ഇൻ ദ 21st century, പാസ്ഡ് അവേ അറ്റ് എ മുംബൈ ഹോസ്പിറ്റൽ അറ്റ് ദ ഏജ് ഓഫ് 86. ഓക്കെ, 86-ാമത്തെ വയസ്സിൽ എന്ത് ചെയ്തു? രത്തൻ ടാറ്റ മരിച്ചു. അതാണ് എന്താണ് ന്യൂസായിട്ട് വരാൻ കാരണം അല്ലേ? ഒരുപാട് മേഖലകളിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിൻ്റെ ബിസിനസ് എംപയർ എന്ത് ചെയ്തിട്ടുണ്ട്? ഉണ്ടാക്കിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഈ ചിത്രം നോക്കി കഴിഞ്ഞാൽ അറിയാം അല്ലേ? ട്രിബിൾസ്, അതുപോലെ തന്നെ ഫൈനാൻസ്, ഓട്ടോമൊബൈൽ, ടെലികോം മീഡിയ, ലൈഫ് സ്റ്റൈൽ, ഫുഡ് ആൻഡ് ബിവറേജസ്, ടെക്നോളജി, റീറ്റെയിൽ, ഇ കൊമേഴ്സ്, ട്രാവൽ, ഇൻഫ്ര, മെറ്റൽസ്, എയറോസ്പേസ്, അങ്ങനെ പല മേഖലകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇദ്ദേഹത്തിൻ്റേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് കൊണ്ടുവന്ന വ്യക്തിയാണ്. ഇനി രത്തൻ ടാറ്റയെക്കുറിച്ച് നോക്കുമ്പോൾ രത്തൻ നേവൽ ടാറ്റ വാസ് റെസ്പെക്റ്റഡ് ഇന്ത്യൻ ബിസിനസ്മാൻ ആൻഡ് ഫോർമർ ചെയർമാൻ ഓഫ് ടാറ്റ ഗ്രൂപ്പാണ്. വൺ ഓഫ് ഇന്ത്യാസ് ലാർജസ്റ്റ് കോൺഗ്ലോമറേറ്റ് ആണ്. ഹി അവാർഡഡ് ദ പത്മഭൂഷൺ ഇൻ 2000. 2000 ഇദ്ദേഹത്തിന് പത്മഭൂഷണും 2018 എന്താണ് പത്മവിഭൂഷണും ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഹി ഗ്രാജുവേറ്റഡ് ആർക്കിടെക്ചർ ഫ്രം കോർണൽ യൂണിവേഴ്സിറ്റി ഫ്രം റിട്ടേണിംഗ് ടു ദ ഇന്ത്യ ഇൻ 1962 ആൻഡ് joined the Tata Group founded by his great-grandfather Jamshedji Tata. And he was a licensed pilot. അദ്ദേഹം എന്താണ് ഒരു ലൈസൻസ്ഡ് പൈലറ്റാണ്. ആൻഡ് നോൺ ഫോർ ഹിസ് ക്വിറ്റ് relatively modest lifestyle and the philanthropic initiatives ആണ്. ആൻഡ് രത്തൻ ടാറ്റ remained a visionary leader and compassionate figure, earning widespread respect in both business and social circles ആണ്. അല്ലേ, വലിയ രീതിയിലുള്ള സോഷ്യൽ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാറ്റ ഗ്രൂപ്പ് എന്താണ് ഒരു ഗ്ലോബൽ പവർ ഹൗസാണ്. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റീൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽസ്, സോഫ്റ്റ്വെയർസ് ആൻഡ് ടെലികോം സെക്ടേഴ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഫണ്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഏർലി കാരിയർ നോക്കുകയാണെങ്കിൽ അദ്ദേഹം പല ടാറ്റ കമ്പനീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ടാറ്റ മോട്ടോഴ്സ്, ഫോർമലി ടാറ്റ ടെൽക്കോ ആയിരുന്നു. അതുപോലെ തന്നെ ടാറ്റ സ്റ്റീൽ, റിവൈറ്റലൈസ്ഡ് ദ നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്സ് കമ്പനിയിലൊക്കെ
1991 ഇദ്ദേഹം എന്ത് ചെയ്തു, JRD ടാറ്റ എന്ത് ചെയ്തു, സക്സസ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. ആൻഡ് ഹി ഇംപ്ലിമെൻറ്റഡ് സിഗ്നിഫിക്കൻറ്റ് ഓർഗനൈസേഷണൽ റിഫോംസ് സച്ച് ആസ് എൻഫോഴ്സിംഗ് റിട്ടയർമെൻറ്റ് ഏജസ് ആൻഡ് പ്രൊമോട്ടിംഗ് യങ് ടാലൻറ്റ് ടു ലീഡർഷിപ്പ് റോൾസ് എന്നുള്ള കാര്യ പ്രത്യേകതയാണ്, ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ എന്താണ് അദ്ദേഹത്തിന് കിട്ടിയ മറ്റ് അവാർഡുകൾ ഏതൊക്കെയാണ്? ആസാം ബൈബാവ് ബൈ ഗവൺമെൻറ് ഓഫ് ആസാം ഇൻ 2007 ആൻഡ് ഹോണറി ഓഫീസ് ഓഫ് ദ ഓർഡർ ഓസ്ട്രേലിയ ബൈ കിങ് ചാർലസ് III ഇൻ 2023, ഹോണറി ഡോക്ടർ ഓഫ് സയൻസ് ബൈ IIT ബോംബെ 2008, ഹോണറി നൈറ്റ് ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ഓർഡർ ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ ബൈ ക്യൂൻ എലിസബത്ത് ഇൻ 2014, ഹോണറി സിറ്റിസൺ അവാർഡ് ബൈ ഗവൺമെൻറ് ഓഫ് സിംഗപ്പൂർ ഇൻ 2008 ഒക്കെയാണ്. ക്ലിയർ? ഇനി ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ടാറ്റ സെലീസ് സർവീസസ് 96 കൊണ്ടുവന്നു. ടാറ്റ കൺസൾട്ടൻസി സർവീസ് 2004 കൊണ്ടുവന്ന് ഇദ്ദേഹത്തിൻ്റെ ഒരു IT ബൂമിന് കാരണമായി. അതുപോലെ തന്നെ എന്താണ് നിരവധി ഇൻ്റർനാഷണൽ അക്വിസിഷൻസ് ഉണ്ട്. ഉദാഹരണമായിട്ട് ദ പർച്ചേസ് ഓഫ് ടെക്ലൈ ടി 2000, അതുപോലെ തന്നെ അക്വിസിഷൻ ഓഫ് VSNL വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ്, അതുപോലെ തന്നെ ദ അക്വിസിഷൻ ഓഫ് കോറസ് സ്റ്റീൽ ഇൻ 2007 വൺ ഓഫ് ദ ലാർജ് ടേക്ക് ഓവേഴ്സ് ബൈ ഇന്ത്യൻ കമ്പനിയാണ്. ആൻഡ് ദ അക്വിസിഷൻ ഓഫ് Jaguar and Land Rover from the Ford 2008, and Tata played a key role in the Tata Group acquisition of Air India from the government January 2002 ആണ്. അതുപോലെ തന്നെ എന്താണ് അദ്ദേഹം ടാറ്റ നാനോ ലോഞ്ച് ചെയ്യുന്ന എ ലോ കോസ്റ്റ് കാറാണ്. അതുപോലെ തന്നെ PTM, ഓല ഇലക്ട്രിക്, കാർബൺ കമ്പനീസിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം ഫണ്ട് ചെയ്തതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് വൺ ആണ് ആര്? സഹാറ ഡെസേർട്ട്. എന്താണ്? റീസെൻ്റ്ലി എ റെയർ ഡെൽഗ്യൂ ഓഫ് റെയിൻഫാൾ ഹാസ് ഫ്ലഡഡ് palm trees and sand dunes of the Sahara Desert in Morocco. ഓക്കെ, ഇത് സഹാറ ഡെസേർട്ടിനെ കുറിച്ചാണ് നമുക്ക് നോക്കാനുള്ളത്. സഹാറ എന്ന് പറയുന്നതാണ് വൺ ഓഫ് ദ ഹോട്ട് ഡെസേർട്ട് ഇൻ ദ വേൾഡ് ആണ്. ഇതാണ് അതിൻ്റെ പ്രത്യേകത. സഹാറ ഡെസേർട്ടിൻ്റെ പ്രത്യേകത എവിടെയാണ്? നോർത്തേൺ ആഫ്രിക്കയിലാണ്. റീച്ചസ് ടെമ്പറേച്ചർ അപ് ടു 50 ഡിഗ്രി ഡ്യൂറിങ് ദ ഡേ ആണ്. അതുപോലെ തന്നെ ദ ഗ്ലോബൽ ഡെസേർട്ട് ഇൻ ഏഷ്യ ആൻഡ് പോളാർ ഡെസേർട്ട്സ് ഇൻ അന്റാർട്ടിക് ആൻഡ് ആർട്ടിക് വിച്ച് ആർ ദ വേൾഡ് ലാർജസ്റ്റ് ഡെസേർട്ട് എന്നുള്ള പ്രത്യേകതയാണ്. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഡെസേർട്ടുകളും അതിൻ്റെ പ്രത്യേകതകളും ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇനി സഹാറയെക്കുറിച്ച് നോക്കുമ്പോൾ എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ടാണ് ഇത്. സഹാറ എന്ന് പറയുന്നത് ഏകദേശം 4800 കിലോമീറ്ററും അതുപോലെ തന്നെ എന്താണ് നീളവും അതുപോലെ തന്നെ 1800 കിലോമീറ്റർ വീതിയുമാണ് ഇതിൻ്റെ ഏകദേശം എന്ത് വലിപ്പം എന്ന് പറയുന്നത്. ഇത് ഏകദേശം 31% ആഫ്രിക്കൻ കോണ്ടിനെൻ്റ്. അതുപോലെ തന്നെ ഇറ്റ് എമംഗ് 11 നോർത്ത് ആഫ്രിക്കൻ നാഷൻസ് ഇത് കാണാൻ പറ്റും. അതിലാണ് അൾജീരിയ, ഈജിപ്ത്, മാലി, മൊറോക്കോ ഒക്കെ വരുന്നത്. ആൻഡ് വെസ്റ്റേൺ സഹാറയിൽ തൻസാനിയ, ചാഡ്, ലിബിയ, മർട്ടേനിയ, നിഗർ ആൻഡ് സുഡാനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും എന്നുള്ളതാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഇത് ഫെഡറേഷൻ ഓഫ് സീഡ് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ ന്യൂസ്. എന്താണ് ന്യൂസിൽ വരാൻ കാരണം? According to study of the Federation of Seed Industry in India, weeds are causing 9,000 crore $1 billion worth loss in the crop productivity each year. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടാണ് എന്ത് ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഈ FSSII എന്ന് വിളിക്കുന്ന എന്താണ്? ഒരു 40 മെമ്പർ അസോസിയേഷനാണ്. അതുപോലെ തന്നെ ഇതിൽ പ്രധാനമായിട്ടും നോക്കുന്ന എന്താണ്? ഹൈ ക്വാളിറ്റി സീഡ്സ് ഫോർ ഫുഡ്, ഫീഡ്, ഫൈബർ സപ്പോർട്ടിംഗ് കൺട്രീസ്, അഗ്രികൾച്ചർ സെക്ടറാണ് പ്രധാനമായിട്ടും ഇതിൽ ഫോക്കസ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് FSSI പ്രൊമോട്ട് ദ അഡോപ്ഷൻ ഓഫ് ടെക്നോളജി ഡ്രിവൺ ഫാമിംഗ് സൊല്യൂഷൻസ് ആണ്. പ്രധാനമായിട്ടും അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി കൂട്ടുക, അതുപോലെ തന്നെ റെഡ്യൂസിങ് ബോത്ത് പ്രീ ഹാർവസ്റ്റ് ആൻഡ് പോസ്റ്റ് ഹാർവസ്റ്റ് ലോസസ് കുറയ്ക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യം, ഒരു സസ്റ്റൈനബിൾ മാനറിൽ. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് അഫിലിയേറ്റ് വിത്ത് ഇൻ്റർനാഷണൽ ബോഡീസ് ലൈക്ക് ദ International Seed Federation ISF and the Asian Pacific Seed Association ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. എന്നുള്ളതും ഏതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യാൻ പറ്റുക, ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇതിൻ്റെ പ്രത്യേകതയായിട്ടാണ് എന്ത് ചെയ്യുന്നത് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ക്ലിയർ? ഇനി നെക്സ്റ്റ് വൺ എന്താണ് പറയുന്നത്? ഇൻഫ്ലേഷനാണ്. ഓക്കെ, എന്താണ് പറയുന്നത്? ദ ഫേവർ വർക്കിംഗ് റിലീസ്ഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI ഇൻഡിക്കേറ്റഡ് ദാറ്റ് ഡ്യൂറിംഗ് ദ പീരീഡ്സ് ഓഫ് ഹൈ ഇൻഫ്ലേഷൻ ഇൻ ദ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ സെക്ടർ, middlemen and retailers appeared capture a significant portion of the
price paid by consumers thereby benefit at the expense of farmers. ഇതാണ് ന്യൂസിൽ വരാനുള്ള കാരണം. ഇൻഫ്ലേഷൻ തന്നെ രണ്ട് നമ്മൾ ഇൻഫ്ലേഷനെ പറയുകയാണെങ്കിൽ പ്രധാനമായിട്ട് അതിലൊന്ന് ഇൻഫ്ലേഷനാണ്. എന്താണ് ഇൻഫ്ലേഷൻ? ഡിഫൈൻഡ് ആസ് ദ റേറ്റ് ഓഫ് വിച്ച് ജനറൽ ലെവൽ ഓഫ് പ്രൈസസ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് റൈസസ് ആണ് ലീഡിങ് ടു ദ ഡിക്രീസ് ഇൻ ദ പർച്ചേസിംഗ് പവർ ആണ്. ഇനി മെഷർമെൻറ്റ് നോക്കുകയാണെങ്കിൽ എന്താണ്? ഇൻ ഇന്ത്യ ഇൻഫ്ലേഷൻ ഈസ് മെയിൻലി മെഷേർഡ് ത്രൂ 2 പ്രൈസ് ഇൻഡിസസ് ആണ്. ദ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സും അതുപോലെ തന്നെ എന്താണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സും ഏതിൻ്റെ ഭാഗമാണ്? ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇൻഫ്ലേഷൻ പല ടൈപ്പ് ഉണ്ട്. ഒന്ന് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കേഴ്സ് വെൻ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് എക്സീഡ് സപ്ലൈ. അതായത് സപ്ലൈക്കാൾ കൂടുതൽ ഡിമാൻഡ് വരുമ്പോൾ ഉണ്ടാകുന്നതാണ് ഇത് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ. പിന്നെ വരുന്ന ഒന്നാണ് ഇത് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ. എന്താണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ? റിസൾട്ട് ഫ്രം ആൻ ഇൻക്രീസ് ഇൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ലീഡിങ് ടു ദ ഹയർ പ്രൈസസ് ഫോർ കൺസ്യൂമേഴ്സ് ആണ്. പിന്നെ വരുന്നതാണ് സ്ട്രക്ചറൽ ഇൻഫ്ലേഷൻ. എന്താണ് സ്ട്രക്ചറൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻ ദാറ്റ് ഈസ് കോസ്ഡ് ബൈ സ്ട്രക്ചറൽ വീക്ക്നെസ് ഇൻ ആൻ എക്കോണമി ആൻഡ് ഇറ്റ് ഈസ് ഓഫ്റ്റൻ എക്സ്പീരിയൻസ്ഡ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് ഒക്കെയാണ് ഇതിൻ്റെ സ്ട്രക്ചറൽ ഇൻഫ്ലേഷൻ്റെ എന്താണ് പ്രത്യേകത. ഇത് ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്കോണമിയിൽ എന്താണ്? ഉദാഹരണമായിട്ട് മോഡറേറ്റ് ഇൻഫ്ലേഷൻ എന്ത് ചെയ്യും? എക്കോണമി ഗ്രോ ചെയ്യാൻ കാരണം. ബട്ട് ഹൈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എന്താണ്? പർച്ചേസിംഗ് പവർ എന്ത് ചെയ്യും? കുറയ്ക്കും. അൺസർട്ടണിറ്റി അതുപോലെ തന്നെ എക്കോണമിയിലെ സേവിങ്സിനെയും ഇൻവെസ്റ്റ്മെൻറ്റിനെയും നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യുമെന്നുള്ളതും ഏതിൻ്റെ പ്രത്യേകതയാണ്? ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഇത് ഇന്ത്യൻ ഓഷ്യൻ ഇമ്പോർട്ടൻറ്റ് ഫോർ ഇന്ത്യ. എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം? റീസെൻ്റ്ലി ദ മെമ്പേഴ്സ് ഓഫ് കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവ് CSC ഇന്ത്യ, ശ്രീലങ്ക ആൻഡ് ദ മാൽഡീവ്സ് ആൻഡ് മാർഷ്യസ് സൈൻഡ് എ ചാർട്ടർ ആൻഡ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് CSC സെക്രട്ടേറിയറ്റ് ഇൻ കൊളംബോ. ഓക്കെ, ഇതെന്താണ് ന്യൂസിൽ വരാനുള്ള എന്താണ് കാരണം എന്ന് വിളിക്കുന്നത്? ഓക്കെ, ഇന്ത്യൻ ഓഷ്യനുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇതാണ് ഇന്ത്യൻ ഓഷ്യൻ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ബൗണ്ടറീസ് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഏതൊക്കെ രാജ്യങ്ങളാണ് വരുന്നത് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ജോഗ്രഫീസ് ആയിരുന്നു. ഇനി എന്താണ് ഇന്ത്യൻ ഓഷ്യൻ ഇമ്പോർട്ടൻ്റ് ആകാൻ? ഒന്ന് സെൻട്രൽ ലൊക്കേഷനാണ്. എന്താണ്? ദ ഇന്ത്യൻ ഓഷ്യൻ സ്ട്രക്ചറിങ് ഫ്രം ആഫ്രിക്ക ടു ഓസ്ട്രേലിയ പൊസിഷൻസ് ഇന്ത്യ കൺട്രോൾ കീ മെറൈൻ റൂട്ടീൻസ് ഇൻക്ലൂഡിംഗ് ദ ക്രിട്ടിക്കൽ ഷോക്ക് പോയിൻറ്റ്സ് ലൈക്ക് ദ സ്ട്രെയ്റ്റ്സ് ഓഫ് മലാക്ക ആൻഡ് ഹോർമസ് വൈറ്റൽ ഫോർ ഗ്ലോബൽ ട്രേഡ് ആൻഡ് നാഷണൽ ഇൻട്രസ്റ്റ് ആണ്. അതുപോലെ തന്നെ ട്രേഡ് റൂട്ട്സ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഹാസ് ഹിസ്റ്റോറിക്കലി ആക്റ്റഡ് ആസ് ദ റെസിഡൻറ്റ് പവർ ഇൻ ദ ഇന്ത്യൻ ഓഷ്യൻ ആണ്. ഒക്യുപ്പൈങ് 40% ഓഫ് സ്ട്രാറ്റജിക് വാട്ടേഴ്സ് ആണ്. അതുപോലെ തന്നെ അപ്രോക്സിമേറ്റ്ലി 95% ഓഫ് ഇന്ത്യൻസ് ട്രേഡ് ബൈ വോളിയം ആൻഡ് 68% വാല്യൂ പാസസ് ത്രൂ ദ ഇന്ത്യൻ ഓഷ്യൻ എന്നുള്ളതിൻ്റെ പ്രത്യേകതയാണ്. ആൻഡ് എനർജി സെക്യൂരിറ്റി നോക്കുകയാണെങ്കിൽ എന്താണ്? ഇന്ത്യ റിലൈസ് heavily on the Indian Ocean for its energy needs with the nearly 80% of the crude oil requirements imported via this route ആണ്. And rich in minerals എന്താണ് പറയുന്നത്? The Indian Ocean accounts for 40% of the world's offshore oil production and reservoir for the minerals such as nickel, cobalt and copper ആണ്. And fishing industry എന്താണ് പറയുന്നത്? The Indian Ocean has significant fishing grounds and India's fishing industry employs approximately 40 million people എന്നുള്ളതും ഏതിൻ്റെ പ്രത്യേകതയാണ്? ഇതിൻ്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് വണ്ണാണ് ഇത് ഒറിജിൻ ഓഫ് സിവിൽ വാർ ഇൻ സുഡാൻ. എന്താണ് ന്യൂസിൽ വരാൻ കാരണം? ദ റിന്യൂവേറ്റഡ് ഒഫൻസീവ് കംസ് എയിംഡ് എ സിവിൽ വാർ that have persisted for over 18 months within more than 2,000 deaths reported and nearly by 11 million people displayed at the October 2024. ഓക്കെ, ഇതാണ് എന്താണ് സുഡാനിലെ സിവിൽ വാർ എന്താണ് ന്യൂസിൽ വരാനുള്ള എന്താണ് റീസൺ. ഇനി എന്താണ് സിവിൽ വാറിൻ്റെ ഒറിജിൻ? ദ വാർ റൂട്ടഡ് ഇൻ പവർ സ്ട്രഗിൾ ബിറ്റ്വീൻ SAF ലീഡർ അബ്ദുൽ ഫത്താഹ് അൽ ബുഹാൻ ആൻഡ് ദ RSF ലീഡർ ഹംദുൽ ഡാഗ്ലോ ആണ്. ഓക്കെ, ഇറ്റ് സ്റ്റാർട്ടഡ് ഇൻ ഖോട്രം ബട്ട് സ്പ്രെഡ് ദ അതർ റീജൻസ് ലൈക്ക് ഒംഡർമാൻ, ബഹ്റി, പോർട്ട് സുഡാൻ ആൻഡ് ദ ഡർഫർ ആൻഡ് കോർഡോൺ സ്റ്റേറ്റ്സ് ആണ്. ഇനി ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ എന്താണ്? സുഡാൻ വാസ് ജോയിൻറ്റ് പ്രൊട്ടക്റ്റഡ് അണ്ടർ ഈജിപ്ത് ആൻഡ് UK ആണ്. ഒരു ആംഗ്ലോ ഈജിപ്ഷ്യൻ കൊണ്ടോമിനിയമാണ്. ആൻഡ് സുഡാൻ ഗെയിൻഡ് ഇൻഡിപെൻഡൻസ് ഇൻ 1956 അവർക്ക് എന്ത് ചെയ്യുന്നത്? സ്വാതന്ത്ര്യം കിട്ടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഇതിൻ്റെ 2 മേജർ സിവിൽ വാർസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വരുന്ന 1955 മുതൽ 72 വരെയും സെക്കൻഡ് വരുന്ന 1983 മുതൽ 2005 വരെയാണ് എന്നുള്ളതാണ്.
ഏകദേശം അതിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഡെത്ത് എന്ന് പറയുന്നത് മില്യൺസ് ആണ്. അട്രോസിറ്റീസ് ആൻഡ് ഇവൻച്വലി ലീഡിങ് ടു ദ സെഷൻ ഓഫ് സൗത്ത് സുഡാൻ ഇൻ 2011. അതുപോലെ സെക്കൻഡ് സിവിൽ വാർ എന്നാണ് എൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു പീസ് എഗ്രിമെൻറ്റ് 2005 എന്ത് ചെയ്യുന്നത്. ഇത് എന്താണ് മീൻസ് എൻഡ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ, ഇത് അതുമായി ബന്ധപ്പെട്ട് വന്നൊരു ന്യൂസ് ആർട്ടിക്കിളാണ്, ഹിന്ദുവിൽ വന്നാണ്. ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളുടെ റെഫറൻസിന് വേണ്ടിയിട്ട് എന്താണ് ഞാൻ കൊടുത്തിട്ടാണ്. നെക്സ്റ്റ് വണ്ണാണ് 150 ആനിവേഴ്സറി ഓഫ് യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ. എന്താണ് ന്യൂസിൽ വരാൻ കാരണം? ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ് ഹാസ് റിലീസ്ഡ് കമ്മമറേറ്റീവ് സ്റ്റാമ്പ്സ് മാർക്കിംഗ് 150th ആനിവേഴ്സറി ഓഫ് യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ UPU ഓൺ വേൾഡ് പോസ്റ്റ് ഡേ. 9th ഒക്ടോബറിനായിരുന്നു ഏത് വേൾഡ് പോസ്റ്റ് ഡേ എന്ന് വിളിക്കുന്നത്. UPU എന്ന് പറയുന്നത് എന്താണ്, യുണൈറ്റഡ് നാഷൻസ് സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ് ഇതിന് പോസ്റ്റൽ സെക്ടറിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ്റെ പ്രൈമറി ഫോറമാണ്. ഇനി ഇത് എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 9th ഒക്ടോബർ 1874 എന്ത് ചെയ്യുന്നത്. ഇത് ബെർലിൻ സ്വിറ്റ്സർലാൻഡിൽ എസ്റ്റാബ്ലിഷനായിട്ട് കാണാൻ പറ്റുക. 1876 ഇന്ത്യ ഇതിൻ്റെ ഭാഗമാവുന്നുണ്ട്. ആൻഡ് UPU ഹാസ് പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ദ സ്റ്റാൻഡേർഡൈസിങ് ഇൻ്റർനാഷണൽ പോസ്റ്റൽ റെഗുലേഷൻസ് ആണ്, ഫെസിലിറ്റിംഗ് സീംലെസ് മെയിൽ എക്സ്ചേഞ്ച്. അതുപോലെ തന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് ഞാൻ പറഞ്ഞ പോലെയാണ് ബ്രെയിനിലാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ഓൾഡസ്റ്റ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ് ഇത് വേൾഡ് വൈഡ് ലെവലിൽ. ആദ്യത്തേത് എന്ന് വിളിക്കുന്നത് ഏതാണ്, ഇൻ്റർനാഷണൽ ടെലിഗ്രാഫ് യൂണിയനാണ് 1865. 2024 എന്ത് ചെയ്തു, 170 വർഷം എന്താണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഇന്ത്യൻ പോസ്റ്റ് വിച്ച് ഫൗണ്ടഡ് ഇൻ 1854 എന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിരുന്നു. ലോർഡ് ഡൽഹൌസിയാണ് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്, ഇതിന് തുടക്കം കുറിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. ഇനി പോസ്റ്റൽ സർവീസസ് സ്റ്റാർട്ട് ചെയ്യുന്ന 1852 എന്താണ് ഇഷ്വൻസ് ഓഫ് സിൻഡേ ദ്വക്, ഇന്ത്യാസ് ഫസ്റ്റ് പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് 54 എന്ത് ചെയ്തു, ഇന്ത്യൻ പോസ്റ്റ് എന്ത് ചെയ്തു, ബോംബെയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. നെക്സ്റ്റ് വണ്ണാണ് ഇത് ഇൻഫോഗ്രാഫിക് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജ്. ഓക്കെ, ഇത് ക്ലാസിക്കൽ ലാംഗ്വേജസിനെ കുറിച്ച് വന്ന ന്യൂസാണ്. നമ്മുടെ ക്ലാസിക്കൽ ലാംഗ്വേജസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്, തമിഴ്, സാൻസ്ക്രിറ്റ്, തെലുങ്കു, കന്നഡ, മലയാളം, ഒഡിയ, മറാത്തി, ബംഗാളി, ആസാമി, പ്രാകൃത്, പാളി. ഇതൊക്കെയാണ് ഏതെന്ന് വിളിക്കുന്നത്, ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ആൻറ്റിക്വിറ്റിയാണ്, അതായത് 1500-2000 വർഷങ്ങൾക്കിടയിൽ എന്താണ് പഴക്കമുണ്ടാകണം. പൊസഷൻ ഓഫ് ബോഡി ഓഫ് ആൻഷ്യൻ ലിറ്ററേച്ചർ ടെക്സ്റ്റ് കൺസിഡേർഡ് വാല്യുബിൾ ഹെറിറ്റേജായി കണക്കാക്കുന്നുണ്ട്. അതുപോലെ നോളജ് ടെസ്റ്റുകൾ വേണം. പ്രസൻസ് ഓഫ് എൻ ഒറിജിനൽ ലിറ്റററി ട്രഡീഷൻ നോട്ട് ബോറോഡ് ഫ്രം അനദർ സ്പീച്ച് കമ്മ്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ ഡിസ്കണ്ടിന്യൂറ്റിയാണ്. ക്ലാസിക്കൽ ലാംഗ്വേജസ് ആൻഡ് ദ ലിറ്ററേച്ചർ കുഡ് ബി ഡിസ്റ്റിങ്ക്ട് ഫ്രം ദ കറൻറ്റ് ഓർ കുഡ് ബി ഡിസ്കണ്ടിന്യൂസ് വിത്ത് ലേറ്റർ ഫോംസ് ഓഫ് ഷൂട്ട്സ് ആണ്. ഓക്കെ, ഇനി തേർഡ് ക്രിസ്ത്യൻ വാസ് റിവീൽഡ് ഇൻ 2024 ആണെന്നാണ് നോളേജ് ടെക്സ്റ്റ്, എസ്പെഷ്യലി പ്രോസ് ടെക്സ്റ്റ് ഇൻ അഡീഷൻ ടു പോയട്രി, എപ്പിഗ്രാഫി ആൻഡ് ഇൻസ്ക്രിപ്ഷണൽ എവിഡൻസ് ഒക്കെ ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ലീഗൽ പ്രൊവിഷൻസ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. എന്താണ് ന്യൂസ് വരാൻ കാരണം? റീസെൻ്റ്ലി ദ സുപ്രീം കോർട്ട് റൂൾഡ് ദാറ്റ് കാസ്റ്റ് ബേസ്ഡ് ഡിവിഷൻ ഓഫ് ലേബർ ഇൻ പ്രസൻസ് ഈസ് unconstitutional, marking a key step towards eliminating institutional bias in India's correctional system. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ന്യൂസ് വന്നിരിക്കുന്നത്. ഓക്കെ, എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ലീഗൽ പ്രൊവിഷൻസ് എന്താണ് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് എന്താണ്, ഈക്വാലിറ്റി ബിഫോർ ലോ എന്താണ്, അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 14 എന്താണ്, നോ പേഴ്സൺ ഷാൾ ബി ഡിറ്റൈൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ ഈക്വാലിറ്റി ബിഫോർ ലോ ഓർ ദ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോസ് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ആണ്. ആൻഡ് പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ആണ്. ആർട്ടിക്കിൾ 50 എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ദാറ്റ് ദ സ്റ്റേറ്റ് ഷാൾ നോട്ട് ഡിസ്ക്രിമിനേറ്റ് അഗെയിൻസ്റ്റ് എനി സിറ്റിസൺ ഓൺ ദ ഗ്രൗണ്ട്സ് ഓൺലി ദ റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് ഓർ എനി ഓഫ് ദം ആണ്. ആൻഡ് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആണ്. ആർട്ടിക്കിൾ 17 ഇതിനെക്കുറിച്ച് പറയുന്നത്. അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ തുടങ്ങിയ പാടില്ല എന്ന് പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. ഇനി ലീഗൽ പ്രൊവിഷൻസ് ഇതിനു വേണ്ടി കൊണ്ടുവന്ന നിയമങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955 എന്താണ്, ദ ആക്ട് വാസ് enacted to enforce Article 17 of the Constitution of India, which abolished in the practice of untouchability ആണ്. And the Supreme Court, the Scheduled Caste and Scheduled Tribe Prevention of Atrocities Act 1989 എന്ന് പറയുന്നത്, it was enacted to safeguard the members of SC and ST from caste-based discrimination and violence. Okay. നെക്സ്റ്റ് വണ്ണാണ് ഇത് നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി 2024. എന്താണ് പറയുന്നത്?
Recently, the Royal Swedish Academy of Sciences awarded the Nobel Prize in Chemistry 2024. One of the half prize was given to David Becker for computational protein design, while the other half jointly given the Demis Hassabis and John M. Jumper for protein structure prediction. എന്താണ് ഡേവിഡ് ബേക്കറുടെ കോൺട്രിബ്യൂഷൻ? റെവലൈസിംഗ് പ്രോട്ടീൻ എഞ്ചിനീയറിംഗ് എന്താണ്? Baker's research group has used to computational method to design novel proteins from scratch, rationing and the possibilities of protein engineering ആണ് applications in medical and technology എന്താണ്? These artificially designed proteins have vast potential, particularly in the development of pharmaceutical, vaccine, nanomaterials and biosensors ആണ്. ഫസ്റ്റ് ബ്രേക്ക് ത്രൂ 2003 ആണ്. എന്താണ്? ബേക്കേഴ്സ് ഫസ്റ്റ് മേജർ സക്സസ് കെയിം ഇൻ 2003 when his team designed a protein completely different from any found in nature ആണ്. ഇനി എന്താണ് വാട്ട്സ് എ കോൺട്രിബ്യൂഷൻ ഓഫ് ഡെസിമിസ് ഹസാബീസ് ആൻഡ് ജോൺ ജംബർ എന്താണ് പറയുന്നത്? പ്രോട്ടീൻ ഫോൾഡിംഗ് പ്രോബ്ലം എന്താണ്? സിൻസ് ദ 1970 scientists have struggled to predict how straight amino acid fold into their 3-dimensional shapes ആണ്. ഇനി ബ്രേക്ക് ത്രൂ വിത്ത് ആൽഫ ഓൾഡ് 2 എന്താണ്? ഇൻ 2020 Hassabis and Jumper introduced AlphaFold 2, an AI-driven system revolutionizing protein structure prediction on widespread use and impact. And AlphaFold 2 has been used by over 2 million researchers worldwide, enabling breakthrough in the numerous fields. Next one is the Pradhan Mantri Internship Scheme. Recently, the Ministry of Corporate Affairs has launched the Prime Minister's Internship Scheme, which was announced in Union Budget 2024. Okay, this is the news. In this scheme, the scheme aims to provide students with the internship opportunities to address youth unemployment, and it seeks to provide internship to 1 crore young people in the next 5 years. The applicants monthly stipend 4,500 rupees and additional 500 companies social responsibility one time grant ആണെങ്കിൽ 6000 ആണ് provide ചെയ്യുന്നതായിട്ട് enrollment സമയത്ത് provide ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റും ഇത് ഏതിൻ്റെയൊക്കെ അണ്ടറിലാ PM ജീവൻ ജ്യോതി ബീമാ യോജനയും PM സുരക്ഷാ ബീമാ യോജനയുടെ അണ്ടറിലാണ് ഇത് വരുന്നത് ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ് 21-24 വയസ്സിൻ്റെ ഉള്ളായിരിക്കണം എഡ്യൂക്കേഷൻ എന്താണ് 10th class എങ്കിലും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ഫ്രം പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ലൈക്ക് IIT IM ഉണ്ടാവണം പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് CA എക്സ്ക്ലൂഡഡ് ആണ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് മസ്റ്റ് നോട്ട് ബി ഫുൾ ടൈം എംപ്ലോയ്മെൻറ്റ് ആയിരിക്കരുത് ഇൻകം റെസ്ട്രിക്ഷൻസ് എന്താണ് ഫാമിലി ഇൻകം മസ്റ്റ് നോട്ട് എക്സീഡ് 8 lakh ആനുവലി എന്നാണ് ആൻഡ് ഫാമിലീസ് വിത്ത് ഗവൺമെൻറ് എംപ്ലോയീസ് ആർ ഇൻഎലിജിബിൾ എന്നുള്ളത് ഇതിൻ്റെ എന്താണ് പ്രത്യേകതയാണ് എന്നുള്ളതാണ് ഓക്കെ നെക്സ്റ്റ് ന്യൂസ് എന്താണ് വേൾഡ് ഹാബിറ്റേറ്റ് ഡേ എന്താണ് On 9th October, the Ministry of Housing and Urban Affairs (MOHUA) observed World Habitat Day 2024 at Vigyan Bhavan, New Delhi. In World Habitat Day, background in 1985, the UN designed the first Monday of October each year as the World Habitat Day, and the day is also intended to remind the world that we all have the power and the responsibility to shape the future of our sites and towns. The origin of World Habitat Day can be traced back to Nairobi, Kenya in 1986. Since first celebration in 1986 and the day has centered on improving urban living conditions. The theme is engaging youth to create a better urban future. This the theme. Okay. The importance of it raises awareness of the fundamental right to shelter, reminding that everyone deserves a safe and comfortable home, and it also highlights the importance of environmental preservation and increasing urbanization. Next news is the Black Sea. Black Sea news is ഇനി എന്താ പേരിലാണ് അറിയപ്പെടുന്നത് ഓൾസോ നോൺ ആസ് ദ XUNC എന്നാണ് ബോർഡറിംഗ് കൺട്രീസ് ഏതൊക്കെയാണ് ഉക്രൈൻ റഷ്യ ജോർജിയ ടർക്കി ബൾഗേറിയ തുടങ്ങിയവയാണ് സറൗണ്ടിങ് മൗണ്ടൈൻസ് ഏതൊക്കെയാണ് പോണ്ടിക്സ് സൗത്തിൽ കോസസ് ഈസ്റ്റിൽ ആൻഡ് ക്രൈമൻ മൗണ്ടൈൻസ് എന്നാണ് നോർത്തിൽ കണക്ഷൻസ് എന്തൊക്കെയാണ് ദ ടർക്കിഷ് ഷെയർ സിസ്റ്റം കണക്ട് ദ മർമര ബ്ലാക്ക് ആൻഡ് മെഡിറ്ററേനിയൻ സീസ് ത്രൂ ദ ബയോസ്ഫിയർ ആൻഡ്
Danville Straits ആണ്, extensions ആണ് Sea of Azov linked by the Strait of Kerch ആണ്. ആൻഡ് റഷ്യ ഉക്രൈൻ കോൺഫ്ലിക്റ്റ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാണ്. അത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എൻവയോൺമെൻറ്റൽ കൺസേൺസ് ഉണ്ടാണ്. സീ ഓഫ് മർമാര നോട്ടബിൾ ഫോർ ദ ലാർജസ്റ്റ് ഔട്ട് ബ്രേക്ക് ഓഫ് സീ സ്നൂട്ട് എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസാണ് ഇത്. COP15 എന്താണ് ന്യൂസിൽ വരാൻ കാരണം? റീസെൻ്റ്ലി ഇന്ത്യ പ്ലാൻസ് ടു സബ്മിറ്റ് ഇറ്റ് നാഷണൽ ബയോഡൈവേഴ്സിറ്റി ടാർഗറ്റ് ടു ദ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി CBD അലൈൻ വിത്ത് ദ കുമാങ് മെൻട്രോൾ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിമാണ്. ഓക്കെ, ഇതാണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ COP15 ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് നോക്കാനുള്ളത്. ഇതിൽ COP15 മാത്രം നമ്മൾ നോക്കിയാൽ മതി, ബാക്കിയുള്ള നമ്മളിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. ഇത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ കറണ്ട് അഫയേഴ്സിൽ നോക്കിയതാണ്. ഫേസ് 1 എന്താണ്? ഇക്കോളജിക്കൽ സിവിലൈസേഷൻ ബിൽഡിംഗ് എ ഷെയർഡ് ഫ്യൂച്ചർ ഓഫ് ഓൾ ലൈഫ് ഓൺ എർത്താണ്. അതുപോലെ തന്നെ ഹെൻഡിങ് കുമാങ് ചൈന October 21 ആണ്. കുമാങ് ഡൈവേഴ്സിറ്റി ഫണ്ടാണ്. ഫേസ് 2 എന്താണ്? ഹെൽഡ് ഇൻ മോൺട്രിയൽ കാനഡ, അഡോപ്റ്റഡ് പോസ്റ്റ് 2020 ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി. അതുപോലെ തന്നെ 4 ഗോൾസ് ആൻഡ് 23 ടാർഗറ്റാണ് 2030 അച്ചീവ് ചെയ്യുന്നത്. അതുപോലെ 30/30 ടാർഗറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? അതായത് 30% ഡീഗ്രേഡഡ് എക്കോസിസ്റ്റം, അതുപോലെ തന്നെ 30% വേൾഡ് ലാൻഡൊക്കെ 2030 അക്വയർ ചെയ്യുന്നതാണ്. നോ സിംഗിൾ കൺട്രി മെറ്റ് ഓൾ 20 എക്സെപ്ഷണൽ ഇൻ 2020 വിത്ത് ഇറ്റ്സ് ഓൺ ബോർഡേഴ്സ് എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഇത്. വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ഫോർ നാച്ചർ എന്താണ് ന്യൂസിൽ വരാൻ കാരണം? അക്കോർഡിംഗ് ടു ദ വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ഫോർ നാച്ചർ WWF Living Planet Report 2024, there has been catastrophic 73% decline in the average size of monitored wildlife population in just 15 years, 1970 to 2020. എന്നാണ്. ഇറ്റ് ഈസ് ദ വേൾഡ് ലീഡിംഗ് കൺസർവേഷൻ ഓർഗനൈസേഷൻ ആൻഡ് വർക്കേഴ്സ് മോർ ദാൻ 100 കൺട്രീസ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ആൻ ഇൻ്റർനാഷണൽ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ ആണ്. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1961 ആൻഡ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഗ്ലാൻഡ്, സ്വിറ്റ്സർലാൻഡാണ്. ആൻഡ് ഇറ്റ്സ് മിഷൻ ടു കൺസേർവ് നാച്ചുറൽ ആൻഡ് റെഡ്യൂസ് ദ മോസ്റ്റ് പ്രസ്സിംഗ് ത്രെഡ്സ് ടു ദി ഡൈവേഴ്സിറ്റി ലൈഫ് ഓൺ എർത്ത് ആണ്. ആൻഡ് WWF എന്താണ്? കൊളാബറേറ്റ്സ് at every level with the people around the world to develop and deliver innovative solutions that protect communities, wildlife and the places in which they live on. Okay, next one ആണ് ഇത്. Nobel Peace Prize 2024 എന്താണ് ന്യൂസ്? The 2024 Nobel Prize for Peace has been awarded to Nihon Hiroki ആണ്, a Japanese organization of survivors of the Hiroshima Nagasaki bombing for its effort to achieve a വേൾഡ് ഫ്രീ ന്യൂക്ലിയർ വെപ്പൺസ് ആണ്. ദ നോബൽ പീസ് പ്രൈസ് 2023 വാസ് അവാർഡഡ് ടു ദ ഇറാനിയൻ ഹ്യൂമൻ റൈറ്റ്സ് അഡ്വക്കേറ്റ് നർഗാസ് മുഹമ്മദ് അലി, ഹു ബിലോങ് ടു എ മൈനോറിറ്റി ഗ്രൂപ്പാണ്. ആൻഡ് ഷീ വാസ് അവാർഡഡ് ഫോർ ഹെർ ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ ഒപ്രസഷൻ ഓഫ് വുമൺ ഇൻ ഇറാൻ, ഹെർ ഫൈറ്റ് പ്രൊമോട്ട് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഫ്രീഡം ഫോർ ഓൾ. ഓക്കെ, ഇവർ രണ്ടുപേർക്കാണ് കിട്ടിയിരിക്കുന്നത്. നിയോൺ ഹിൻഡോയാണ് 10th August 1956 composed survivors from the atomic bombing Hiroshima and Nagasaki conducted in the United States 1945, and the survivors referred to as Hibakusha and bomb affected people played a pivotal role in the leading of global movement aimed at the abolishing nuclear weapons എന്നുള്ളതാണ്. Okay, next one ആണ് 19th East Asia Summit എന്താണ്? Recently the Prime Minister of India attended the 19th East Asia Summit in വിയഞ്ചർ പീഡിയ ആണ്. ഇനി എന്താണ് സബ്മിറ്റ്? ഈസ്റ്റ് ഏഷ്യ സബ്മിറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്താണ്? ദ EAS വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2005 ആണ് ആസ് ആൻ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാഷൻസ്. ASEAN ലീഡ് ഇനീഷ്യേറ്റീവ് ആണ്. ആൻഡ് ദ EAS ഓൺലി ലീഡ് ഫോം ദ ഇൻഡോ പസഫിക് ദാറ്റ് ബ്രിങ്സ് ടുഗദർ ഓൾ കീ പാർട്ട്നേഴ്സ് ടു ഡിസ്കസ് പൊളിറ്റിക്കൽ, സെക്യൂരിറ്റി ആൻഡ് എക്കോണമിക് ഇഷ്യൂസ് ഓഫ് സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ആണ്. ദ ഐഡിയ ഓഫ് ഈസ്റ്റ് ഏഷ്യ ഗ്രൂപ്പിംഗ് was first proposed by then Malaysian Prime Minister Mahathir Mohamad in 1991 ആണ്. And the first summit was held in Kuala Lumpur, Malaysia on 14th December 2005. Objective എന്തൊക്കെയാണ്? The EAS operate and principle of openness, inclusiveness, respect for the international law, ASEAN centrically and ASEAN's role as the drive force ആണ്. Okay, ഇനി മെമ്പേഴ്സ് ആരൊക്കെയാണ്? The EAS is a key forum for the strategic dialogue in the Indo-Pacific region involving 18 countries including ASEAN members ആണ്. EAS നിലവിൽ എത്രയും 18 മെമ്പേഴ്സ് ആണല്ലോ. അതിൽ 10 എന്താണ്? ആഷ്യൻ കൺട്രീസ് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക. അല്ലാതെ
ഓസ്ട്രേലിയ, ചൈന, ഇന്ത്യ, ജപ്പാൻ, ന്യൂസിലാൻഡ്, റിപ്പബ്ലിക് ഓഫ് കൊറിയ, റഷ്യ, ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒക്കെയാണത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഇത് ബർത്ത് ആനിവേഴ്സറി ഓഫ് ഡോക്ടർ APJ അബ്ദുൽ കലാം. എന്താണ് ന്യൂസിൽ വരാനുള്ള കാരണം? റീസെൻ്റ്ലി പ്രസിഡന്റ് ദ്രൗപദി മുർമു ഹോണേഡ് ഫോർമർ പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം ഓൺ ഹിസ് ബർത്ത് ആനിവേഴ്സറിയാണ്. ഇദ്ദേഹം 1931 ഒക്ടോബർ 15 രാമേശ്വരത്താണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, ജനിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് സക്സസ്ഫുൾ മിസൈൽസ് നിർമ്മിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നുള്ള പേരിലാണ് വിളിക്കുന്നത്. ആൻഡ് ഹി വാസ് ഇന്ത്യയുടെ 11ാമത്തെ പ്രസിഡൻ്റ് ആയിരുന്നു. 2007 അദ്ദേഹം കാലാവധി പൂർത്തിയാക്കി. അവാർഡ് റിസീവ് ചെയ്തത് ഹി വാസ് അവാർഡ് ദ കവേർട്ടഡ് സിവിലിയൻ അവാർഡ്സ് ആണ്. പത്മഭൂഷൺ 1981 ആൻഡ് പത്മവിഭൂഷൺ 1990 ആൻഡ് ദ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഭാരത് രത്ന 1997 കിട്ടി. ഡോക്ടർ കലാം റിനോവ്ഡ് ഇന്ത്യൻ സയൻറ്റിസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഹോൾഡ്സ് ഹോണറി ഡോക്ടറേറ്റ് ഫ്രം 48 യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻ്റർനാഷണലി എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്. ലിറ്ററലി വർക്ക് ഏതൊക്കെയാണ്? വിങ്സ് ഓഫ് ഫയർ, ഇന്ത്യ 2020, എ വിഷൻ ഫോർ ദ ന്യൂ മില്ലേനിയം, മൈ ജേർണി, ഇഗ്നൈറ്റഡ് മൈൻഡ്സ്, അൺലീഷിംഗ് ദ പവർ ഓഫ് വിത്തിൻ ഇന്ത്യ, ഇൻഡോമിനേറ്റ് സ്പിരിറ്റ് ആണ്. കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്? പൈനിയറിംഗ് ഫൈബർ ഗ്ലാസ് ടെക്നോളജി, ISROൻ്റെ അദ്ദേഹം ഭാഗമായിരുന്നു. സാറ്റലൈറ്റിൽ ലോഞ്ച് വെഹിക്കിൾ SLV-3 ഇദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ ഭാഗമാണ്. ഇൻഡിജിനസ് ഗൈഡഡ് മിസൈൽസും എന്താണ് ഇദ്ദേഹത്തിൻ്റെ വർക്കിൽ എന്താണ് പെടുന്നവയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഇത് ബർത്ത് ആനിവേഴ്സറി ഓഫ് ലോകമാന്യ ജയപ്രകാശ് നാരായൺ. എന്താണ്? റീസെൻ്റ്ലി ദ പ്രൈം മിനിസ്റ്റർ പെയ്ഡ് ട്രൈബ്യൂട്ട് ടു ലോക്നായക് ജയപ്രകാശ് നാരായൺ ഓ ഹിസ് ബർത്ത് ആനിവേഴ്സറി. എന്താണ്? ജയപ്രകാശ് നാരായൺ വാസ് ബോൺ ഓൺ 11th October 1902 ഇൻ സിബിരിയ, ബീഹാർ ആണ്. ഹി വാസ് ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിവിസ്റ്റ് ആൻഡ് സോഷ്യൽ റിഫോമർ ആൻഡ് പൊളിറ്റിക്കൽ ലീഡർ. ഐഡിയോളജി എന്താണ്? ഇൻഫ്ലുവൻസ്ഡ് ബൈ മാർക്സിസ്റ്റ് ഐഡിയാസ് ആഫ്റ്റർ സ്റ്റഡിയിങ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. ആൻഡ് സ്ട്രോങ്ലി ഓപ്പോസിഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ദ ഇന്ത്യ ആൻഡ് അഡ്വക്കേറ്റഡ് ഫോർ ദ ഇൻഡിപെൻഡൻസ് ത്രൂ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ് ആണ്. ആൻഡ് ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്? ബ്രിങ് ഔട്ട് ദ societal change in the line with the ideas of Sarvodaya, a Gandhian philosophy emphasizing progress for all. ഇദ്ദേഹത്തിൻ്റെ എന്താണ്? ഓക്കെ, ഇനി കീ വർക്ക് ഏതൊക്കെയാണ്? ജോയിൻ ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1929, അതുപോലെ തന്നെ ഇന്ത്യൻ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി, അതുപോലെ തന്നെ ഭൂതാൻ ഗ്രാം മൂവ്മെൻറ്റ് ഇദ്ദേഹത്തിൻ്റെ ഭാഗമാണ്. ഇൻ 1959 എന്താണ്? പ്രൊപ്പോസ് ദ ഡീസെൻട്രലൈസ്ഡ് പൊളിറ്റിക്കൽ സ്ട്രക്ചർ, ഒരു 4-tier സിസ്റ്റം ഓഫ് ഗവേണൻസ് ഇതാക്കി. അതുപോലെ തന്നെ നാഷണൽ എമർജൻസിക്കായിട്ടുള്ള മൂവ്മെൻറ്റുകൾ ലീഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മരിച്ചത് 1979 ഒക്ടോബർ 8 അതുപോലെ തന്നെ ഭാരത് രത്ന അദ്ദേഹത്തിന് എന്ത് ചെയ്തു? 1999 എന്ത് ചെയ്തു? കൊടുത്ത് നമ്മൾ ആചരിച്ചു. നെക്സ്റ്റ് വൺ ആണ് ഇത് ബർത്ത് ആനിവേഴ്സറി ഓഫ് നാനാജി ദേശ്മുഖ്. എന്താണ് ന്യൂസ്? റീസെൻ്റ്ലി ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ പെയ്ഡ് ട്രൈബ്യൂട്ട് ടു ഭാരത് രത്ന നാനാജി ദേശ്മുഖ് ഓൺ ഹിസ് ബർത്ത് ആനിവേഴ്സറി. അദ്ദേഹം 11th October 1916 മഹാരാഷ്ട്രയിൽ ഹിങ്കോളി ഡിസ്ട്രിക്റ്റിലാണ് ജനിക്കുന്നത്. ഒരു സോഷ്യൽ റിഫോമറായിരുന്നു, പൊളിറ്റീഷ്യനായിരുന്നു. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, റൂറൽ സെൽഫ് ഗവൺമെൻറ്റ്സ് ഒക്കെയാണ്. ഐഡിയോളജി എന്താണ്? ലോകമാന്യ തിലക് നാഷണലിസ്റ്റ് ഐഡിയോളജി ആയിരുന്നു. ഡോക്ടർ കേശവ് ബൽറാം ഹഗേശ്വർ ദ ഫൗണ്ടിങ് ഹെഡ് ഓഫ് രാഷ്ട്രീയ സ്വയം സേവക് സംഘാണ്. ഓക്കെ, ഇതിൻ്റെ കീ വർക്ക്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അദ്ദേഹം പ്രധാനമായും ഫോക്കസ് ചെയ്ത് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, റൂറലാണ്. അതുപോലെ തന്നെ ചിത്രകൂട്ട് ഗ്രാമോദയ് വിശ്വോപാധ്യായ, ഇന്ത്യസ് ഫസ്റ്റ് റൂറൽ യൂണിവേഴ്സിറ്റി. അതുപോലെ തന്നെ ആൻറ്റി പോവർട്ടി മെഷർമെൻറ്റ്സിന് വലിയ രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. ഷേപ്പിംഗ് ദ ജനതാ പാർട്ടി. അതുപോലെ തന്നെ എന്താണ്? ഇലക്ടഡ് ദ മെമ്പർ ഓഫ് പാർലമെൻറ്റ് 1977 എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്, ഫ്രം UP. അതുപോലെ തന്നെ 1999 രാജ്യസഭ എന്താണ്? നോമിനേറ്റ് ചെയ്തായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. 2010 ഫെബ്രുവരി 27 അദ്ദേഹം എന്ത് ചെയ്യുന്നത്? മരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക. അതുപോലെ തന്നെ എന്താണ്? 1999 പത്മവിഭൂഷണും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മരണശേഷം എന്ത് ചെയ്തിട്ടുണ്ട്? ഭാരത് രത്നയും നൽകി ആദരിച്ചു. നെക്സ്റ്റ് വൺ ആണ് ഇത് വേൾഡ് ഫുഡ് ഡേ 2024. എന്താണ് ന്യൂസിൽ വരാൻ കാരണം? റീസെൻ്റ്ലി വേൾഡ് ഫുഡ് ഡേ ആസ് ഒബ്സർവ്ഡ് ദ 16th October ഫ്രം ഫോക്കസിങ് ഓൺ ദ അർജൻറ്റ് നീഡ് ടു ഇറാഡിക്കേറ്റ് ഹങ്കർ ആൻഡ് ബിൽഡ് റെസിലിയൻറ്റ് ഗ്ലോബൽ ഫുഡ് സിസ്റ്റംസ് ആണ്. ഇനി ഇതിൻ്റെ തീം എന്താ വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ടു ഫുഡ് ഫോർ എ ബെറ്റർ ലൈഫ് ആൻഡ് ബെറ്റർ ഫ്യൂച്ചറാണ്. അതുപോലെ തന്നെ എന്താണ്? ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ബൈ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് 1945 16th October. അതുപോലെ തന്നെ വേൾഡ് ഫുഡ് ഡേ എന്ത് ചെയ്തു? 1979 ഡ്യൂറിങ് ദ FAO's 20th ജനറൽ കോൺഫറൻസ് ആൻഡ് UN ജനറൽ അസംബ്ലി വന്നു 1984. അതുപോലെ തന്നെ റൈറ്റ് ടു ഫുഡ് റീഓർഗനൈസ്ഡ് ബൈ ദ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് 1948 എന്നുള്ളതിൻ്റെ പ്രത്യേകതയാണ്.
അതുപോലെ തന്നെ G20 കൺട്രീസൊക്കെ ഇതിന് ഫോക്കസ് ചെയ്യുന്ന രാജ്യങ്ങളാണ്. ലാസ്റ്റ് വണ്ണാണ് ടൈഗർ റിസർവ്സ് ആണ് ന്യൂസിൽ വന്നത്. ജസ്റ്റ് എന്ത് ചെയ്യുക, ഇന്ത്യയിലെ ടൈഗർ റിസർവ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ആഴ്ചത്തെ കറണ്ട് അഫെയർ നോക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.